നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ചില മനുഷ്യരോടുള്ള ദേഷ്യം അത് എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല. അവർ ചെയ്ത കാര്യങ്ങൾ, അവർ പറഞ്ഞ കാര്യങ്ങൾ, ഇതൊന്നും എനിക്ക് മറക്കാനേ പറ്റുന്നില്ല. ശരിക്കും മറ്റു മനുഷ്യരോടുള്ള ദേഷ്യവും വിദ്വേഷവും വെറുപ്പുമൊക്കെ അവരിലല്ല വേദന ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ മനസ്സിനെയുമാണ് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഇതൊക്കെ ഒരു വിഷം കണക്ക്, ഒരു പോയിസൺ കണക്ക് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും എഫക്റ്റ് ചെയ്യാറുണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മളെ റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന പവർഫുള്ളായിട്ടുള്ളൊരു ഹീലിംഗ് ടൂളാണ് ഫൊർഗീവ്നെസ് അഥവാ പൊറുക്കുക എന്നുള്ളത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് നമുക്ക് ഫൊർഗീവ്നെസ് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് പൂർണ്ണമായിട്ടും ഈ വീഡിയോ കാണുക. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു ചക്രപാണി. ഞാൻ ലൈഫ് കോച്ചും ഹീലറുമാണ് ആൻഡ് ഫൗണ്ടർ ഓഫ് സ്വസ്തി ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ഹബ്ബ്. പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന വിചാരം, ഞാൻ എന്തിനാണ് അവരോട് പൊറുക്കുന്നത്? അവരെന്നോട് തെറ്റല്ലേ ചെയ്തത്? ഞാൻ പുറത്തു കഴിയുമ്പോൾ അവരങ്ങ് ജയിച്ച് പോകില്ലേ? അവർ ചെയ്തതൊക്കെ ശരിയാണെന്ന് വരത്തില്ലേ എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് മാറ്റേണ്ടത്. ബിക്കോസ് ഫൊർഗീവ്നെസ് ഈസ് നോട്ട് ഫോർ അതേഴ്സ്, ഇറ്റ് ഫോർ യുവർ സെൽഫ് എന്നാണ് പറയുക. നമ്മൾ ഒരാളോട് പുറത്തു കൊടുക്കുന്നതും ക്ഷമിച്ചു കൊടുക്കുന്നതും ആ വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല, പകരം നമുക്ക് വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ അവരത് അർഹിക്കുന്നുണ്ടായിരിക്കത്തില്ല, ബട്ട് യു ഡിസേർവ് പീസ്. നമ്മൾ സമാധാനം അർഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഒരാളോട് പൊറുക്കുന്നത്. പുറത്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ കഴിഞ്ഞ കാലത്തിനെ മറന്നു കൊടുക്കലല്ല അത്. ആ കഴിഞ്ഞ കാലം നമ്മളിൽ ഏൽപ്പിച്ച ചില പെയിനുകളുണ്ട്, ചില വേദനകളുണ്ട്. വർഷങ്ങളായിട്ട് നമ്മൾ അതും കൊണ്ട് നടക്കുകയാണ്. ആ ഇമോഷണൽ ചാർജിനെ നമ്മൾ ഇല്ലാതാക്കുകയാണ് ശരിക്കും ഫൊർഗീവ്നെസ്സിലൂടെ ചെയ്യുന്നത്. കേട്ടിട്ടില്ലേ, ലെസ് ലഗേജ് മോർ കംഫർട്ടബിൾ. പലപ്പോഴും പല മനുഷ്യരോടുമുള്ള ദേഷ്യവും വിദ്വേഷവും വെറുപ്പും അതുമൂലമുണ്ടായ വേദനകളുമാണ് നമ്മുടെ ലൈഫിനെ ഇങ്ങനെ സ്റ്റക്കാക്കി നിർത്തുന്നത്. മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും നമുക്ക് കഴിയാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ ആ പെയിനുകളെ നമ്മുടെ ഉള്ളിൽ നിന്നും റിലീസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന പ്രോസസ്സാണ് ഫൊർഗീവ്നെസ്. ഫൊർഗീവ്നെസ് ഈസ് നോട്ട് വീക്ക്നെസ്, ഇറ്റ്സ് എ സ്ട്രെങ്ത്, ഇറ്റ്സ് എ ഹീലിംഗ്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഫൊർഗീവ്നെസ്സിനായിട്ട് ഒരു ഹീലിംഗ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. അതിനായി നിങ്ങൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് ഇരിക്കുക. കണ്ണുകൾ അടച്ച് നമുക്ക് ആ ഒരു ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യാം. അതിലൂടെ നിങ്ങളുടെ മൈൻഡിലും ബോഡിയിലും ഒരു വളരെ വലിയ ഒരു സമാധാനത്തിന് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്, ഫ്രീഡത്തിന് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. സോ സിറ്റ് സ്ട്രൈറ്റ്, സിറ്റ് കംഫർട്ടബിളി ആൻഡ് ജെന്റ്ലി ക്ലോസ് യുവർ ഐസ്. സാവധാനം കണ്ണുകൾ അടയ്ക്കുക ആൻഡ് ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് സ്ലോലി. സാവധാനം ബ്രീത്ത് ഔട്ട് ചെയ്യുക. യെസ്, ശിരസ് മുതൽ പാദം വരെയുള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് ആകട്ടെ. പൂർണ്ണമായിട്ടും റിലാക്സ് ചെയ്യുക. അലോ യുവർ ബോഡി ടു റിലാക്സ്. യെസ്, റിലാക്സ് യുവർ ഫേസ്, റിലാക്സ് യുവർ ഷോൾഡേഴ്സ്, റിലാക്സ് യുവർ ചെസ്റ്റ് ആൻഡ് റിലാക്സ് യുവർ എൻറ്റയർ ബോഡി. ശരീരം മുഴുവനും ശാന്തമാകട്ടെ. ഈ ഒരു സമയം നിങ്ങൾക്കൊന്നും ഫിക്സ് ചെയ്യാനില്ല, ഒന്നും പ്രൂവ് ചെയ്യാനില്ല. യു ആർ സേഫ് അറ്റ് ദിസ് മൊമെൻറ്റ്. ഈ ഒരു നിമിഷം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സുരക്ഷിതത്വത്തിലായിരിക്കുന്നു. മെല്ലെ നിങ്ങളുടെ ഹാർട്ട് സെൻറ്ററിലേക്ക്, ഹൃദയ മധ്യഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. അവിടെ നിങ്ങൾ വളരെയധികം വേദനകളെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്, ഹെവിനെസ് ഉണ്ട്. സാവധാനം അതിനെ ഒന്ന് നോട്ടീസ് ചെയ്യുക. ഫൈറ്റ് ചെയ്യണ്ട, അതിനെ സപ്രസ് ചെയ്യണ്ട, ഒന്ന് ഒബ്സർവ് ചെയ്യുക. മെല്ലെ ആ വ്യക്തിയെ, നിങ്ങളിൽ ദേഷ്യം സൃഷ്ടിച്ച, വെറുപ്പ് സൃഷ്ടിച്ച, വിദ്വേഷം സൃഷ്ടിച്ച ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മുന്നിൽ ഇമാജിൻ ചെയ്യുക. മനസ്സിലായി ഇപ്രകാരം പറയുക: നിങ്ങൾ ചെയ്തതൊന്നും എനിക്ക് ഈസി ആയിരുന്നില്ല. ഞാൻ ഒരുപാട് ഹർട്ടാവുകയും ചെയ്തു. എന്നാൽ ഈ പെയിൻ ഞാനിനി കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ സമാധാനത്തിനു വേണ്ടി, എൻ്റെ ഹീലിങ്ങിനു വേണ്ടി ഞാനിതാ റിലീസ് ചെയ്യുകയാണ്. ഞാൻ നിങ്ങളെ റിലീസ് ചെയ്യുന്നു. എൻ്റെ ഉള്ളിലെ പെയിനെ ഞാനിതാ റിലീസ് ചെയ്യുന്നു. ഞാൻ കൊണ്ടു നടക്കുന്ന ദേഷ്യത്തിനെ ഞാനിതാ റിലീസ് ചെയ്യുന്നു. ആൻഡ് ഐ ചൂസ് ഫ്രീഡം ആൻഡ് ഐ ചൂസ് പീസ്. മെല്ലെ നമ്മുടെ ഹൃദയത്തിൽ ഒരു ഗോൾഡൻ ലൈറ്റിനെ ഇമാജിൻ ചെയ്യുക. സ്വർണ്ണ നിറത്തിലുള്ള വളരെ സോഫ്റ്റായ ഒരു പ്രകാശം. മെല്ലെ മെല്ലെ അതിൻ്റെ പ്രകാശം അങ്ങനെ വർദ്ധിച്ചു വരുന്നതായി അറിയുക. ആ പ്രകാശം നിങ്ങളുടെ ശരീരത്തിൽ മുഴുവനും സ്പ്രെഡ് ചെയ്യുന്നു. ശരീരത്തിൽ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള ഹെവിനെസ്സിനെയും അതില്ലാതെയാക്കുന്നു. സോഫ്റ്റ്ലി റിപ്പീറ്റ്: ഐ ആം സോറി, പ്ലീസ് forgive me,
you, I love you, I am sorry, please forgive me, thank you, I love you. യെസ്, ഞാനിതാ എന്നെ ഹീലാകുന്നതിനായി അനുവദിക്കുന്നു. ഞാൻ സമാധാനത്തിനെ സ്വീകരിക്കുന്നതിനായി പരിപൂർണമായും തയ്യാറാണ്. Take a deep breath and breathe out slowly. And when you are ready, open your eyes. Forgiveness എന്നുള്ളത് ഒരിക്കലും ഒരു ഓവർനൈറ്റ് പ്രോസസ്സ് അല്ല, അതൊരു യാത്രയാണ്. എന്നാൽ ഓരോ തവണയും നമ്മൾ ഫർഗീവ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ എനർജിയെ വീണ്ടെടുക്കുകയാണ്. ഫർഗീവ്നെസ് ഒരിക്കലും നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിനെ മാറ്റാൻ പോകുന്നില്ല, എന്നാൽ ഇറ്റ് ക്യാൻ കംപ്ലീറ്റ്ലി ചേഞ്ച് യുവർ ഫ്യൂച്ചർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇമോഷണൽ ഫ്രീഡം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഞങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു ഫ്രീ എനർജി ഹീലിംഗ് വർക്ക്ഷോപ്പ് ഫോർ വുമൺ, സ്ത്രീകൾക്കായി ഒരു ഫ്രീ എനർജി ഹീലിംഗ് വർക്ക്ഷോപ്പ് ഉണ്ട്. അതിൽ ഉറപ്പായും പങ്കെടുക്കുക. അതിനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുക. താങ്ക് യു സോ മച്ച്.